സർ, യുദ്ധം അവസാനിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ട്രംപ് ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഇറാനുമായുള്ള ആ സമാധാന ഡീൽ അതിന് മുജതബ ഖമനേയി സമ്മതം പറഞ്ഞിരിക്കുന്നുവെന്നും ട്രംപ് അവകാശപ്പെടുന്നു. യുദ്ധം അവസാനിക്കാനുള്ള ഒരു സാധ്യത എത്രത്തോളമുണ്ട്? മുജതബ ഖമനേയി US മുന്നോട്ട് വെച്ച സമാധാന ഡീൽ അംഗീകരിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ യുദ്ധം എന്ന് നിൽക്കും എന്ന് ചോദിച്ചാൽ എന്ന് തുടങ്ങി തന്നെ അവർക്ക് അറിയില്ല. പിന്നെ ഇന്നലെ നിൽക്കണ കാര്യം. കാരണം ഈ ഇറാനെയും വിശ്വസിക്കാൻ പറ്റില്ല, ഈ അമേരിക്കനെയും വിശ്വസിക്കാൻ പറ്റില്ല. ഇതിന്റെ ഇടയിൽ ഒരു മീഡിയേറ്ററായി നിൽക്കുന്ന ആ രാജ്യത്തിന് ഒന്നുകൊണ്ടും വിശ്വസിക്കാൻ പറ്റില്ല. അതായത് പാകിസ്ഥാനാണ് ഇതിന്റെ ഇടയിൽ ഒരു മീഡിയേറ്ററായി നിൽക്കുന്നത്. അപ്പോ ഈ മൂന്ന് രാജ്യങ്ങളെയും ഒരു കാര്യത്തിലും ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇറാൻ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, അവരുടെ ഇനി അണ്ടർ ഗ്രൗണ്ടില് മിസൈലുകളുടെ ഒരു കൂട്ടം ഇരിക്കുന്നു എന്നപ്പോ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് എറിയാതെ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അമേരിക്ക ആണ് ഈ വേണ്ടാത്ത പണിക്ക് ഇറങ്ങിയത്. അതായത് അവിടെ യുറേനിയം ഉണ്ടെന്നും പറഞ്ഞ് അണുബോംബ് ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് അത് മുഴുവൻ ഞങ്ങൾക്ക് പിടിച്ചെടുക്കണം, 400-500 കിലോ ഉണ്ടാക്കി ശുദ്ധീകരിച്ച യുറേനിയം ഇറാന്റെ കയ്യിലുണ്ട് എന്നാണല്ലോ അമേരിക്ക അവകാശപ്പെടുന്നത്. പക്ഷെ ഇതിന് വ്യക്തമായ ഒരു തെളിവും ആരുടെ കയ്യിലും ആർക്കും കിട്ടിയിട്ടുമില്ല. ഇത് പറഞ്ഞുകൊണ്ടാണല്ലോ അവർ യുദ്ധം തന്നെ തുടങ്ങി വെച്ചത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ലോകത്ത് മുഴുവൻ നടക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾക്ക്, അതായത് എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകൾക്കുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് സംശയാതീതമായി ഇറാനാണെന്ന് വരുന്നുണ്ട്. ആ ഒരു സംശയത്തിന്റെ മുകളിലാണ് ഇസ്രായേലും ഇത് ശക്തമായിട്ട് മുന്നോട്ട് പോയത് എന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷെ ഇപ്പോ ഓർമൂസ് കടലെടുക്ക എന്ന് പറയുന്ന പൊതു സ്ഥലം, അതായത് ഈ കടലൊന്നും ഒരാളുടെ സ്വന്തമല്ലല്ലോ. പക്ഷെ ഇറാന്റെ ഭാഗത്തുള്ള ഓർമൂസ് കടലിൽ കൂടെ ഷിപ്പുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത ഒരു അന്തരീക്ഷം ഉണ്ടാക്കി അവർ വെച്ചു. പിന്നെ അമേരിക്ക അത് കൈയടക്കി വെച്ചു. ഇപ്പോ ഈ 2-3 ദിവസമായിട്ട് ഇന്ത്യയുടെ 3 ഷിപ്പുകളാണ് ആക്രമിച്ചിരിക്കുന്നത്. അതിനു പുറമെ മിനിഞ്ഞാന്ന് കുവൈത്ത് എയർപോർട്ട് ആക്രമിച്ചിട്ടുണ്ട്, ബഹ്റിനിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പോ ഇപ്പൊ ഇറാൻ എന്താണ് പറയുന്നത്? ഇതെല്ലാം അമേരിക്കയാണ് ചെയ്യുന്നതാണ്. പക്ഷെ അമേരിക്ക ആണ് ചെയ്തത് എന്ന് ഇന്ത്യ ഇപ്പോ സംശയിക്കുന്നുണ്ട്. കാരണം ഒമാന്റെ തീരത്ത് നിർത്തിയിട്ടിരുന്ന ഇന്ത്യൻ ഷിപ്പുകളാണ് ആക്രമിച്ച് അതിൽ 2 ജവാന്മാര് മരിക്കുപോലും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഇന്ത്യ ഒരു തരത്തിലുള്ള പ്രകോപനത്തിന് ഒന്നും പോയിട്ടില്ല. ഇന്ത്യ വളരെ സമാധാനപരമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് ട്രംപും ഈ ഇറാന് ഇത്തരത്തിലുള്ള വെടിപൊട്ടിക്കുന്നത്. ഇന്ത്യ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് കൂടുതലായി ചെയ്താൽ യുദ്ധം വേറെ വഴിക്ക് പോകും. അതിന് ഇന്ത്യ പിടിച്ചു നിൽക്കുക, അല്ലെങ്കിൽ ഇന്ത്യയുടെ 3 ഷിപ്പാണ് ആക്രമിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ത്യ ഇതിന്റെ പേരിൽ ഇന്ത്യക്ക് വേണമെങ്കിൽ ഇത് വേറെയെങ്കിലും തരത്തിൽ ആക്രമണങ്ങൾ തുടങ്ങി വെക്കാം. പക്ഷെ അത് പിന്നെ വലിയൊരു ലോക മഹായുദ്ധമായിട്ട് മാറും എന്ന് ഇന്ത്യക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഇന്ത്യ ഇപ്പോ ക്ഷമിച്ച് ഇത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവരുടെ യുദ്ധം ഞാൻ വിശ്വസിക്കുന്നില്ല. ട്രംപ് പറഞ്ഞാലും ഇറാൻ പറഞ്ഞാലും പാകിസ്ഥാൻ പറഞ്ഞാലും ഈ യുദ്ധം തീരുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. കാരണം ഇവിടെ ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അതായത് ഇറാൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുസ്ലിങ്ങൾ ഷിയ മുസ്ലിങ്ങളാണ്. മറ്റുള്ള ഗൾഫ് രാജ്യങ്ങൾ, അതായത് ഇപ്പൊ UAE, ബഹ്റൈൻ, കുവൈത്ത്, സൗദി അറേബ്യ എന്നൊക്കെ പറഞ്ഞ സുന്നി മുസ്ലിമാണ്. ആ വർഗീയ പോരാണിത്. ആ വർഗം, അതായത് നമ്മുടെ മണിപ്പൂരിലില്ലേ 2 വർഗങ്ങൾ തമ്മിലുള്ള എത്ര കാലമായി, അതായത് ബ്രിട്ടീഷുകാരുള്ളപ്പോ തുടങ്ങിയ ആ കലാപം ഇന്നും അത് നിർത്താൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇത്. ഈ ഇറാനിലെ ഷിയ മുസ്ലിങ്ങളെ ഈ സുന്നി മുസ്ലിങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല. അപ്പോ ഇതിന്റെ പേരിൽ ഒരു മുതലെടുപ്പിന് ഇറങ്ങിയതാണ് സത്യത്തിൽ അമേരിക്ക. കാരണം അമേരിക്കയുടെ കച്ചവടം എന്താണ്? 2 പേരെ അടുപ്പിക്കുക, എന്നിട്ട് ഈ യുദ്ധ ഉപകരണങ്ങൾ കൂടിയ വിലക്ക് 2 പേർക്കും കൊടുക്കും, എന്നിട്ട് കാശുണ്ടാക്കുക. ഇതാണ് അമേരിക്കയുടെ പണി. അപ്പൊ യുദ്ധം ഇവിടെ നിർത്തിയാലും വേറെ സ്ഥലത്ത് തുടങ്ങിയേക്കും അമേരിക്ക. എവിടെയെങ്കിലുമൊക്കെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഈ നമ്മുടെ ചരിത്രം പഠിച്ചാൽ നമുക്കറിയാൻ പറ്റും. നമ്മളെ തന്നെ പാകിസ്ഥാൻ മുറിച്ചു കൊടുത്തതിന് ശേഷം പാകിസ്ഥാനെയും ഇന്ത്യയെയും തമ്മിൽ അടുപ്പിക്കും, എന്നിട്ട് പാകിസ്ഥാനെ സഹായിക്കും.
അമേരിക്ക. എന്നിട്ട് ഇന്ത്യയെ കൊണ്ട് ആ വിമാനങ്ങൾ വാങ്ങിപ്പിക്കും. ഇതൊക്കെ തന്നെയാണ് അമേരിക്കയുടെ എന്നത്തെയും അവരുടെ ജീവിത മാർഗം. പക്ഷെ എന്തൊക്കെ കച്ചവടം ചെയ്താലും ഇന്ന് ലോക രാജ്യങ്ങളിൽ ഏറ്റവും വലിയ കടമുള്ള രാജ്യമായിട്ട് അമേരിക്ക മാറിയിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് 50 ട്രില്യൺ കൂടുതൽ കടം മറ്റുള്ള രാജ്യങ്ങൾക്ക് അമേരിക്ക കൊടുക്കാനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഒരു ട്രംപ് വന്നിട്ടുള്ള സംഭവമല്ല. കാലാകാലങ്ങളായിട്ടുള്ള അവരുടെ ദൂർത്തടിച്ചിട്ടുള്ള ജീവിതം. അവർ ഇറാഖിൽ പോയി യുദ്ധം ചെയ്തു. അവസാനം എന്താ ഉണ്ടായി? ഈ ഇറാനിൽ തന്നെ ഒരു സമയത്ത് പോയിട്ടുണ്ട്. എന്താ ഉണ്ടായി? സിറിയയിൽ പോയി. എന്താ ഉണ്ടായി? അഫ്ഗാനിസ്ഥാനിൽ പോയി. എന്താ ഉണ്ടായി? ഒക്കെ തോറ്റ് പിന്തിരിഞ്ഞോടുക. അല്ലാതെ അവിടെ ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടൊന്നുമല്ല അമേരിക്ക അവിടുന്ന് തിരിച്ചു പോവാറ്. അവസാനം നമ്മൾ പറയില്ലേ, തോറ്റ് തൊപ്പിയിട്ട് ഓടുക എന്ന് പറയില്ലേ, അതാണ് അവസ്ഥ. അത് തന്നെയാണ് ഇപ്പൊ ഇറാനിലും സംഭവിച്ചിരിക്കുന്നത്. ഇറാനെ എന്നാ ശരിക്കും ആക്രമിച്ച് അതിനൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ? അതൊക്കെ ഉണ്ടാക്കണമില്ല. വെറുതെ ഇപ്പോ ആ കടലിടുക്കിൽ കൂടെ അവർ കൈയടക്കി, അമേരിക്കയുടെ ഷിപ്പുകളാണ് കൈയടക്കിയിട്ട് അതേ പോകുന്ന ഏതെങ്കിലും ഇറാൻ സംബന്ധിച്ചുകൊണ്ട് ഇന്ത്യയുടെ കപ്പൽ അതിൽ കൂടെ കടന്നു പോകുന്നതിനെയാണ് ഒമാൻ തീരത്ത് വെച്ചിട്ട് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോ ഈ യുദ്ധം എന്ന് തീരും എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, സാമ്പത്തിക നില ഈ രാജ്യങ്ങളുടെ ഒക്കെ തന്നെ സാമ്പത്തിക സ്ഥിതി വളരെയധികം കുത്തനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഈ യുദ്ധം നടത്തുന്നവരും കൊള്ളുന്നവരും ഓർത്താൽ നന്നായിരിക്കും. എന്തായാലും യുദ്ധം അവസാനിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ട്രംപ് പറഞ്ഞതുപോലെ മുജ്തബ ഖമനേയി കൂടി ഈ സമാധാന ഡീൽ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ, മുജ്തബ ഖമനേയി കൂടി ഈ സമാധാന ഡീലിൽ എല്ലാ സമ്മതവും അമേരിക്കയെ തന്നെ നേരിട്ട് അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം വിശ്വസിക്കാൻ സാധിക്കും എന്നതൊരു വലിയ ചോദ്യമാണ്. കാരണം ഇതിനു മുൻപും യുദ്ധം അവസാനിക്കുന്നു എന്നൊരു കാര്യം അമേരിക്കയും അതുപോലെ ഇറാനും തന്നെ വന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിനുശേഷം അതിഭീകരമായ പ്രത്യാക്രമണങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബഹ്റൈനിലും കുവൈറ്റിലും ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിൽ ഉടനീളം വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് ഇറാൻ നടത്തിയത്. ഈ രീതിയിൽ ആക്രമണങ്ങൾ തുടരുമ്പോഴും ഏത് നിലയിലേക്ക് യുദ്ധം അവസാനിക്കുന്നു എന്ന് അമേരിക്ക പറയുന്നതിനെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും എന്നതൊരു വലിയ ചോദ്യമാണ്. തുടക്കത്തിൽ ജയശങ്കർ സാർ പറഞ്ഞതുപോലെ അതിനേക്കാൾ ഏറെ നമുക്ക് വിശ്വസിക്കാൻ ഒട്ടും കൊള്ളാത്തതാണ് ഈ മധ്യസ്ഥത വഹിക്കുന്ന രാജ്യത്തിൽ നിന്നും വരുന്ന ചില പ്രഖ്യാപനങ്ങൾ. അപ്പോൾ യുദ്ധം അവസാനിക്കുന്നു എന്ന് ചോദിച്ചാൽ കണ്ടറിയണം എന്നത് മാത്രമാണ് മറുപടി. വ്യക്തമാണ്. താങ്ക് യു ജയശങ്കർ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.